ആദ്യം തന്നെ അവിയലിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇതുപോലെ അരിഞ്ഞു വെക്കുക. ഞാനിവിടെ ക്യാരറ്റ്, ചേന, മുരിങ്ങക്കായ, പച്ചക്കായ, കറിവേപ്പില, പച്ചമുളക് ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി കുക്ക് ചെയ്തെടുക്കാം. ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഒരു പാനിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. തേങ്ങയും 2 പച്ചമുളക്, ചെറിയ ജീരകവും, എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഞാൻ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. നല്ലോണം പേസ്റ്റ് പോലെ അരയാൻ പാടില്ല. ഈ ഒരു രീതിക്ക് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വെന്തിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങ നല്ലോണം വെന്തുടയാൻ പാടില്ല കഷ്ണങ്ങൾ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറന്നു പോകരുത്. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ, നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്സും ഈസിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.